ഷൊർണൂരിലെ ധനകാര്യ സ്ഥാപനത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ. ഉത്തർപ്രദേശ് സഹറൻപൂർ സ്വദേശി 28-കാരൻ ഷഹജാദിനാണ് വിദഗ്ധ അന്വേഷണത്തിലൂടെ അങ്ങ് യു-പിയിലെത്തി കേരള പോലീസ് പിടികൂടിയത്. ഈ പറഞ്ഞ മോഷണം നടന്ന ഇടത്തെത്തിച്ച് പ്രതിയുമായി തെളിവെടുത്തു. തത്ത പറയും പോലെ സംഭവിച്ചതൊക്കെ പ്രതി പോലീസിന് വിശദീകരിച്ചു നൽകി. കഴിഞ്ഞ 18-ന് പുലർച്ചെ 2 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം. ഷൊർണൂരിലെ ICL ഫിൻകോർപ്പിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലാണ് പ്രതി ഷഹജാദ് പോലീസിന്റെ വലയിലായത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. കഴിഞ്ഞ മാസം 20-നാണ് പ്രതി കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് മോഷണക്കേസിലകത്തായി പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെ 1 മാസമായി കോഴിക്കോട്, തിരൂർ, തൃശൂർ എന്നീ സ്ഥലങ്ങളിൽ പ്രതിയായ ഷഹജാദ് നിരവധി മോഷണങ്ങൾ നടത്തിയിരുന്നു. ചില മോഷണങ്ങൾ പാതിയിൽ പരാജയപ്പെടുകയും ചെയ്തു. കോഴിക്കോട് വിട്ട് ഈയിടെയാണ് ഷഹജാദ് ഷൊർണൂരിലെത്തി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. CCTV ദൃശ്യങ്ങളും അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് UP സ്വദേശിയായ ഷഹജാദിലെത്തിയത്. बैंक आया CCTV कैमरा ये पूरा वायर है ना ये सेम है इधर से ये इधर से ये वायर निकाल दिया है फिर मैं रिटर्न गया. മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഷഹജാദ് സാദിഖ് എന്നയാൾക്ക് വിറ്റുവെന്ന് പോലീസിന് മൊഴി നൽകി. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാദിഖിനെയും കണ്ടെത്തി. എന്നാൽ തനിക്ക് സ്വർണം വിറ്റിട്ടില്ല എന്നാണ് സാദിഖ് നൽകിയ മൊഴി. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.